ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പ്രൈസ് ദി ലോർഡ്. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 1 യോഹന്നാൻ 1:1 ഇപ്രകാരം പറയുന്നു: ആദിയിലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനായിരുന്നു യോഹന്നാൻ. ഏകസ്ഥനായിരുന്നു. യേശു ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്നൊരു വലിയ പേരും യോഹന്നാനുണ്ട്. യോഹന്നാൻ 21-20 വാക്യത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ ഇപ്രകാരമാണ്: യേശുവും വത്സല ശിഷ്യനും എന്നാണ്. ഇത്രയേറെ യേശുവിനെ അടുത്തറിഞ്ഞ ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഈ അറിഞ്ഞ യേശുവിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്ന ഇപ്രകാരമാണ്: വചനം അല്ലെങ്കിൽ സ്നേഹം, സത്യം, മാർഗം, പ്രകാശം, ഇങ്ങനെയൊക്കെയാണ്. യേശു എന്ന സത്യദൈവത്തെ യോഹന്നാൻ ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഇപ്രകാരം പദങ്ങൾ ഉപയോഗിച്ചാണ്. വാസ്തവത്തിൽ യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ യേശുവിനോട് ചേർന്ന് നിന്ന് യോഹന്നാൻ പറഞ്ഞ മറ്റൊരു വാക്കാണ് യേശു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്, യേശു സത്യദൈവമാണ് എന്ന്. നമുക്കറിയാം, ഈ സത്യദൈവമായ യേശു പച്ച മനുഷ്യനായാണ് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ അവൻ പച്ചയായൊരു മനുഷ്യനായിരുന്നു. കുരിശിൻ്റെ വഴിയിലെ ആ 14 സ്ഥലങ്ങളിലും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ സഹനവും അല്ലെങ്കിൽ കുരിശിലെ പീഡകളും പാടുപീഡകളൊക്കെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ ലോകത്തിൻ്റെ മുമ്പിൽ തൻ്റെ നിസ്സഹായനായ ഒരു വ്യക്തിത്വത്തെയാണ് കാണിച്ചു തന്നത്. കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുമ്പോഴും ക്രിസ്തു തൻ്റെ നിസ്സഹായതയെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അവൻ സത്യദൈവമായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം ഉത്തരം കിട്ടാത്തൊരു വലിയ ചോദ്യത്തിന് മുമ്പിലാണ്: എന്താണ് സത്യം? നാം എല്ലാവരും സത്യ അന്വേഷികളാണ്. സത്യം അറിയണമെന്ന് എല്ലാവരുടെയും ഉള്ളിലുള്ള വലിയ ആഗ്രഹമാണ്. അനാദി കാലം മുതലേ മനുഷ്യനറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്താണ് സത്യം. യോഹന്നാൻ 18:38 പീലാത്തോസും യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സത്യം? കാരണം യേശു പറഞ്ഞു, യോഹന്നാൻ 18:37 യേശു പറയാണ്, ഞാൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകാനാണ്. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നവന് മാത്രമാണ്. അപ്പോൾ നമുക്ക് ന്യായമായും ഒരു ചോദ്യമുണ്ട്, വാസ്തവത്തിൽ എന്താണ് ഈ സത്യം? പിന്നീട് നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം. ഈ സത്യത്തിന് ഓപ്പോസിറ്റായിട്ടുള്ളിരിക്കുന്ന കാര്യമാണ് കള്ളം, അസത്യം അഥവാ കള്ളം. അപ്പോൾ ഇതിനകത്ത് ആദ്യം സത്യം എന്താണെന്ന് മനസ്സിലായാലാണ് കള്ളം എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമുക്ക് സത്യത്തിന് എപ്രകാരം സാക്ഷ്യം വഹിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നു, പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. ക്രിസ്തുവിനെ 3:16 പറയുകയാണ്, ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം പുത്രത്വം നൽകി ദൈവം അനുഗ്രഹിച്ചു എന്ന്. യോഹന്നാൻ 1:12 പറയുകയാണ്, സ്വന്തം പുത്രൻ ദൈവപുത്രൻ സർവസമ്പന്നതയുടെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഏക അവകാശിയായ ആ സ്വന്തം പുത്രനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതി പ്രകാരമാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. ഈ പദ്ധതി
സത്യമെന്ന ദൈവമെന്ന നിത്യസത്യത്തെ വെളിപ്പെടുത്തുവാനും ആ നിത്യസത്യത്തിലൂടെ നമ്മൾ യേശു എന്ന നിത്യസത്യത്തിലൂടെ പിതാവിങ്കിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു, മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കുപരിയായി നാമം നൽകുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏകസത്യമായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ്റെ സ്വർഗത്തിലുണ്ടായിരുന്ന സർവ്വസമ്പന്നതയും അവൻ വിട്ട്, അല്ലെങ്കിൽ സർവത്തിൻ്റെയും അധികാരമായിരുന്ന ദൈവം ഒരു മനുഷ്യൻ്റെ രൂപം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ഭൂമിയിലുള്ള സകല സമ്പന്നതയും നിസ്സാരവൽക്കരിക്കുകയാണ് ദൈവം ചെയ്തത്. തന്നെ താഴ്ത്തി എളിമപ്പെടുത്തി യജമാനൻ ദാസനായി മാറി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിൻ്റെ സർവ്വമഹത്വവും സമ്പന്നതയും ആർഭാടങ്ങളും സൗഭാഗ്യങ്ങളും സ്ഥാനമാനങ്ങളും വെറും മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുന്നതൊക്കെയും നൈമിഷികമായിരിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാവുന്ന വസ്തുതയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും നമുക്ക് ശാശ്വതമായ സമാധാനമോ ശാന്തിയോ തരുവാൻ സാധിക്കുകയില്ല എന്നുള്ളത്. യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. യേശുവിൻ്റെ മനോഭാവം ഇതായിരുന്നു, എളിമ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻറ്റ് ഫ്രം ഓൾ ദ വേൾഡ്ലി അറ്റാച്ച്മെൻറ്റ്സ്. ലോകത്തിൻ്റെ മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുക. ഈ ലോകത്തിൻ്റെ ആർഭാടങ്ങളോ ഈ ലോകത്തിൻ്റെ സമ്പന്നതയോ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളോ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും ശാന്തി സമാധാനവും തരികയില്ല. അത് കപടതയാണെന്നും ആ കാപട്യം നമ്മെ നാശത്തിലേക്ക് നയിക്കുകയാണെന്നും നമുക്കൊരു തിരിച്ചറിവാണ് ക്രിസ്തു നമുക്ക് തന്നത്. ഈശോ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും അനുദിനം ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്ക് വലയപ്പെടുമ്പോൾ നമുക്ക് സാമാന്യമായി ഉണ്ടാകുന്നത് അശാന്തിയാണ്, സമാധാനമില്ലാത്ത അവസ്ഥയാണ്, പിരിമുറുക്കങ്ങളാണ്, രോഗങ്ങളാണ്, അപകർഷതാബോധങ്ങളാണ്, വേദനകളാണ്. എന്നാൽ എളിമയുള്ളവനായിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ നമ്മളെ സ്വതന്ത്രരാക്കിയത് തൻ്റെ എളിമ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്നത് ഹൃദയത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, ഭയമില്ലാത്ത അവസ്ഥയാണ്, സമാധാനം അനുഭവിക്കലാണ്, അതൊരു ആത്മീയ സന്തോഷമാണ്, വലിയൊരു പ്രത്യാശയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മുടെ ആത്മാവിന് ഒരു സമാധാനം തരിക. സത്യമായ ദൈവം ഈ ലോകത്തിൻ്റെ സർവ്വസമ്പന്നതയും നശ്വരമാണെന്ന് നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നിത്യസത്യത്തിലേക്കാണ് അവിടുന്ന് വിരൽ ചൂണ്ടി കാണിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ മനോഭാവം നമുക്കൊന്ന് ചിന്തിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് അമ്മ പറഞ്ഞ ആ നിമിഷം മുതൽ അവൾക്കുണ്ടായ ഒരു വലിയ ആത്മീയ സ്വാതന്ത്ര്യം, പാപമില്ലാത്തൊരവസ്ഥ. യോഹന്നാൻ 8:34 പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ സത്യമായ ദൈവത്തെ അടുത്തറിഞ്ഞ് സത്യത്തിലേക്ക് നമ്മൾ നടക്കും തോറും നമുക്ക് ഹൃദയത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ആ ഹൃദയ സ്വാതന്ത്ര്യം നമുക്കൊരു വലിയ ആത്മീയ സന്തോഷം തരികയാണ്. ഈ വലിയ ആത്മീയ സന്തോഷം നമ്മളൊരു വലിയ പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. എന്താണ് പ്രത്യാശ? നിത്യജീവനിലേക്കുള്ള നമ്മുടെ ആ വലിയൊരു പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകി നമുക്കൊരു മാതൃക നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം മിഥ്യയാണെന്നുള്ള തിരിച്ചറിവ് ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ നമ്മളെ തടസ്സപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു ദുഃഖ വെള്ളിയാഴ്ച 3-ാം ദിവസം ഉയർപ്പ് ഞായറായി മാറിയത് ഈ ലോകത്തിൻ്റെ സഹനങ്ങളും അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായ എല്ലാ പ്രതിസന്ധികളും നമ്മളെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ അത് മഹത്വത്തിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയായിട്ട് കാണുന്നത്. നമുക്കിപ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അസത്യം? എന്താണ് കള്ളം? യോഹന്നാൻ്റെ സുവിശേഷം 10:10 പറയാണ്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്.
നമുക്കറിയാം ആരാണ് കള്ളൻ, എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തെയാണ് അവൻ കവർന്നെടുക്കുക, നമ്മുടെ ഈ സമാധാനത്തെയാണ് അവൻ കവർന്നെടുക്കുക, നമ്മുടെ പ്രത്യാശയിൽ നിത്യജീവനെക്കുറിച്ചുള്ള ആ പ്രത്യാശയാണ് അവൻ കവർന്നെടുക്കാൻ ശ്രമിക്കുക. അതുവഴി നമ്മെ നിത്യനാശത്തിലേക്കും കൊല്ലാനുമാണ് പിശാച് നമ്മളെ നയിക്കുക. പ്രിയപ്പെട്ടവരെ, നിത്യതയുള്ള പ്രത്യാശയും തകർക്കാനായി ലോകം വെച്ച് നീട്ടുന്ന താൽക്കാലിക സുഖങ്ങൾ, താൽക്കാലിക ആർഭാടങ്ങൾ, താൽക്കാലിക ആകർഷങ്ങളായിരിക്കുന്ന ഇവയെല്ലാം തീരാത്ത കണ്ണുനീരും അഗാധ ഗർത്തങ്ങളിലും തടവറയുടെ അശാന്തിയിലേക്കും നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈശോ പറഞ്ഞില്ലേ, കള്ളൻ വരുന്നത്. ആരാണ് കള്ളൻ? തീർച്ചയായും പറുദീസയിൽ നുണയൻ ആയ സാത്താൻ വലിയ തന്ത്രശാലിയായി തന്ത്രം മെനഞ്ഞത് പറുദീസയിലാണ്. എന്താണ്? സത്യത്തെ അസത്യമാക്കി അസത്യത്തെ സത്യമാക്കി പ്രചരിപ്പിക്കുന്ന വലിയ തന്ത്രമാണ് സാത്താൻ്റേത്. രാഷ്ട്രീയ അധികാരികളുടെയോ സഭയുടെ അധികാരികളോ ഏതെങ്കിലും വിധത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നവരോ പറയുന്ന ചെറിയ നുണകൾ പോലും അനേക കാര്യങ്ങളെ നശിപ്പിക്കാൻ സാധ്യതകൾ ഏറുകയാണെന്നുള്ള സത്യം നാം തിരിച്ചറിഞ്ഞിരിക്കണം. സത്യം നാം മനസ്സിലാക്കുമ്പോൾ കാറ്റത്ത് പറത്തിവിടുന്ന പഞ്ഞി പോലെയാണ് അസത്യം. അത് അന്തരീക്ഷത്തിൽ അലയടിച്ചു പോകുമ്പോൾ നുണകൾ ജീവിതങ്ങളെയും രാജ്യത്തിൻ്റെ സുസ്ഥിരത, സഭയുടെ സുസ്ഥിരത, വ്യക്തിപരവും കുടുംബപരമായ വലിയ നാശങ്ങളിലേക്ക് നയിക്കപ്പെടും. അസത്യത്തെ തിരിച്ചറിയണമെങ്കിൽ നിത്യസത്യമായ ക്രിസ്തുവിനെ നമ്മൾ അറിയണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ക്രിസ്തു ശിഷ്യന്മാർ അവിടത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച സ്ഥായിയായൊരു കാര്യമുണ്ട്: ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കാരണം ദുഷ്ടൻ സത്യത്തെ അസത്യത്തെ സത്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. അത് പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ സത്യത്തെ അസത്യമാക്കിക്കൊണ്ട് അസത്യത്തെ സത്യമാക്കി സാത്താൻ ഈ ലോകത്തിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനറിയാം, ക്രിസ്തു ശിഷ്യന്മാരെ വഴിതെറ്റിക്കാൻ പിശാച് അബദ്ധ സിദ്ധാന്തങ്ങൾ, പഠനങ്ങൾ, അഭ്യസ്തവിദ്യരെ പോലും വഴിതെറ്റിക്കാൻ ആകർഷകമായ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുക. അത് കേൾക്കുമ്പോൾ അത് സത്യമാണോ, അത് മിഥ്യയാണോ, തെറ്റോ ശരിയോ കള്ളമോ ആണ് എന്ന് തിരിച്ചറിയാത്ത രീതിയിലാണ് ഇന്ന് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാഴ്ചയിൽ അത് കുഞ്ഞാടും ഉള്ളിൽ അത് ചെന്നായിയുമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും ദൈവജനം വഴിതെറ്റിപ്പോകുന്നത്. ഹാലലുയ്യ, ഹാലലുയ്യ. കാഴ്ചയിൽ, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, കാഴ്ചയിൽ കുഞ്ഞാടും ഉള്ളിൽ ചെന്നായുമായിരിക്കുന്ന ഒരവസ്ഥയാണ് സത്യത്തിന് എതിരായ സാത്താൻ്റെ തന്ത്രം. ഈ ശൈലിയാണ് അവൻ ഉടനീളം ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ വഴിതെറ്റിക്കാൻ ഉപയോഗിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പറുദീസയിലെ പഴം പോലെ കണ്ണിന് കൗതുകരവും നല്ല രുചിയും മണവും ആസ്വാദകരവുമായി വെച്ചു നീട്ടി കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരെ വരെ അവൻ തൻ്റെ വലയിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുക. വിശുദ്ധിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അശുദ്ധിയിൽ ജീവിക്കുമ്പോഴും, വിശുദ്ധിയുടെ ബാഹ്യരൂപം, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, വിശുദ്ധിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അശുദ്ധിയിൽ ജീവിക്കുമ്പോഴും കണ്ണ് മൂടപ്പെട്ടവർ അന്ധതയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാതെ പോകുന്നു. നമ്മൾ ആരെയാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കുക? ആരുടെ മുമ്പിലാണ് നാം നിന്ന് കാണിക്കുന്നത്? ലോകത്തിൻ്റെ മുമ്പിൽ അശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് വിശുദ്ധരാണെന്ന് നാം മുഖം മൂടി വെച്ചാൽ ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ വിധിക്കും. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം ക്രിസ്തു ഭൂമിയിൽ വന്ന് പച്ചയായൊരു മനുഷ്യൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് നീ ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് നമ്മളെ മനസ്സിലാക്കി തന്നതാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും അറിഞ്ഞോ അറിയാതെയോ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന സത്യം തന്നെയായ ക്രിസ്തുവിനെ തള്ളിപ്പറയലാണ് നാം ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കണം. വിശുദ്ധിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അശുദ്ധമായി ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്: അറിഞ്ഞോ അറിയാതെയോ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന സത്യം തന്നെയായ ക്രിസ്തുവിനെ നമ്മൾ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത്. വചനമായ ക്രിസ്തുവിനെ നാം തള്ളിപ്പറയുമ്പോൾ വചനം മാംസമായി സർവ്വതും ത്യജിച്ച് ലോകത്തിലേക്ക് വന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വന്ന ക്രിസ്തുവിനെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ സാത്താൻ മാറി നിന്ന് കൈകൊട്ടി ചിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ,
സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നുണയനും നുണയൻ്റെ പിതാവുമായ പിശാചിനെ ദൂരെ അകറ്റാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. പലപ്പോഴും സത്യത്തിനെ മുറുകെ പിടിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പീഡനമേൽക്കേണ്ടി വരും. ആ പീഡനങ്ങൾ സത്യത്തിന് വേണ്ടി ആകുമ്പോൾ ഒരു പക്ഷേ നിൻ്റെ പക്ഷത്ത് ആരും ഉണ്ടായിന്ന് വരില്ല, എങ്കിലും ക്രിസ്തു എന്നും നിന്നോടൊപ്പം ഉണ്ടാകും. അസത്യത്തെ സത്യമാക്കി വളച്ചൊടിച്ചാൽ ഒരിക്കലും ക്രിസ്തു അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവോന്മുഖരായി ജീവിക്കാനായിട്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തു വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നൊരു വചനം ഇതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം പറയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനമാണ് സത്യം. അവൻ്റെ വചനത്തിൽ മാത്രമേ സത്യമുള്ളൂ. മറ്റുള്ളതെല്ലാം മനുഷ്യനെ നശിപ്പിക്കാൻ വരുന്ന കള്ളൻ്റെ തന്ത്രങ്ങളാണ്. സത്യവചനത്തിൽ മായം ചേർത്ത്, പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ മായം ചേർത്ത് മനുഷ്യൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുക. ദൈവം വില കൊടുത്ത് തൻ്റെ സ്വന്തം പുത്രനെ വില കൊടുത്ത് നേടിയെടുത്ത ഒരു ജനമാണ് നമ്മൾ. ആ വില കൊടുത്തത് മറ്റൊന്നുമല്ല, പണമല്ല കൊടുത്തത്, തൻ്റെ ഏകജാതൻ്റെ ജീവനെ കുരിശിൽ ബലിയർപ്പിക്കുക ചെയ്ത്. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം വിലയുള്ള ഒരു ആത്മാവിനെയാണ് ഈ ലോകത്തിൽ സാത്താൻ തന്ത്രപരമായി കൊണ്ടുവരുന്ന ആ അസത്യത്തെ മനസ്സിലാക്കാതെ അവൻ്റെ പിന്നാലെ പോയി നാം നശിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ വളരെ കൃത്യമായി പറയുകയാണ്, ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര ശക്തമായൊരു വചനമാണിത്. ഉച്ഛിഷ്ടം പോലെ ക്രിസ്തുവിന് വേണ്ടി തനിക്കുള്ളതെല്ലാം അവൻ നഷ്ടപ്പെടുത്തി കളയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം നമുക്ക് സാധിക്കുമോ? ഒരു തീരുമാനമെടുക്കാനായിട്ട് തെറ്റും ശരിയും, ശരിയേത് തെറ്റേത്, പതിരേത് കതിരേത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കാഴ്ചപ്പാട്. ഇതിന് സത്യദൈവമായ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം പഠിപ്പിച്ച വചനങ്ങളിൽ ഊന്നിക്കൊണ്ട് അത് ദൈവവചനത്തിന് അടിസ്ഥാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നിലനിൽക്കുമെങ്കിൽ നാം സത്യത്തിൻ്റെ കൂടെയാണ്. മറിച്ച് അസത്യത്തെ സത്യമാക്കി അത് മനുഷ്യൻ്റെ മുമ്പിൽ പൊടിയിട്ട് നാം എത്ര കാലം മുന്നോട്ട് പോകും? നമ്മുടെയൊക്കെ ഈ ജീവിതം 6 അടി മണ്ണിൽ തീരാനുള്ളതേ ഉള്ളൂ. ഈ ഒരു ജീവിതത്തിന് വേണ്ടി അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ ലോകത്തിന് മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യമായ ദൈവം ലോകത്തിന് നമുക്ക് തരാൻ കഴിയാത്ത സമാധാനം, ലോകത്തിന് നമുക്ക് തരാൻ കഴിയാത്ത മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, ലോകത്തിന് നമുക്കൊക്കെ തരാൻ കഴിയാത്ത ഒരു സന്തോഷം, ഈ ഒരു സന്തോഷമാണ് യഥാർത്ഥ സത്യം. ഈ ഒരു സന്തോഷമാണ് നിത്യജീവൻ. ഈ ഒരു സന്തോഷത്തെ നിങ്ങളിൽ നിന്നും ആരും എടുത്തു മാറ്റുകയില്ല എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർക്കും, ഒരു പക്ഷേ ഒരു ചെറിയ നുണയല്ലേ, ഒരു ചെറിയ കള്ളമല്ലേ പറയുന്നത്. നമ്മൾ അതുപോലും ഒരു ചെറിയ അസത്യം നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഓർക്കുക, ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ അതിൻ്റെ അലകൾ വളരെ ദൂരത്തിലേക്ക് നീങ്ങിപ്പോകുന്നതായിട്ട്. അതുകൊണ്ട് അധികാരത്തിലോ രാഷ്ട്രീയ അധികാരത്തിലോ സഭാ അധികാരത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ കുടുംബ ജീവിതത്തിലോ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ നമ്മൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുക. സത്യസന്ധതയോടെ ക്രിസ്തുവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ജീവിക്കുക. അത് വരും തലമുറയെ സത്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും. നമുക്കറിയാം, ഇന്ന്
നമ്മുടെ ഈ ലോകത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങളാണ് സാത്താൻ വെച്ച് നീട്ടുക. ഇൻ്റർനെറ്റിലൂടെയും അതുപോലെ വീഡിയോ ഗെയിംസിലൂടെയൊക്കെ അസത്യപരമായ കാര്യങ്ങൾ സാത്താൻ കൊച്ചു കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുകയാണ്. കലാപത്തിൻ്റെ രൂപങ്ങൾ. കഴിഞ്ഞൊരിക്കൽ ഒരു കുട്ടിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞൊരു കാര്യമാണ്, ഈ ഗെയിംസ് വളരെ നല്ലതാണ്. എന്താണ് അതിൻ്റെ ഗെയിംസിനെ കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം ഇതാണ്, ദുഷ്ടന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലുക ഇതിനകത്ത് ചെയ്യുന്നത്, എന്നിട്ട് നല്ലവരെയൊക്കെ കൂട്ടിച്ചേർക്കുക. അവിടെ ഒരു നശീകരണത്തിൻ്റെ സ്വഭാവമാണ് സാത്താൻ വെച്ച് കാണിച്ചു കൊടുക്കുക. അവിടെ കാണിച്ചു കൊടുക്കുന്നത് ദുഷ്ടതയുള്ളവരെ വെടിവെച്ച് കൊല്ലുക, അതുപോലെ തന്നെ ആ ദുഷ്ടത മനുഷ്യൻ്റെ ഉള്ളിൽ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം വിതയ്ക്കുന്ന ചില കാര്യങ്ങളാണ് അവനവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം, ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ നിൽക്കുന്നവന് ഭയത്തിന് ഇടമില്ല എന്ന വചനം പറയുന്നത്. നമ്മൾ ആരെയാണ് ഭയപ്പെടേണ്ടത്? നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാനായി കടന്നു വരുന്ന കള്ളൻ്റെ കുതന്ത്രത്തെ നമ്മൾ തിരിച്ചറിയണം. സത്യമായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ആ സത്യത്തിൽ നിലനിന്നുകൊണ്ട് സത്യത്തിൽ നമ്മൾ സ്നേഹത്തിൽ സത്യം പറയുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പക്ഷേ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട്, താൽക്കാലിക അംഗീകാരത്തിന് വേണ്ടിയിട്ട്, താൽക്കാലിക ഒരു പ്രശംസയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ജോലി കയറ്റത്തിന് വേണ്ടിയിട്ട് നാം കള്ള പറയുമ്പോൾ ഓർക്കുക, നിത്യസത്യമായ ക്രിസ്തുവിനെ നമ്മൾ തള്ളി പറയുക. ഒരു താൽക്കാലിക സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കള്ളം പറയുമ്പോൾ നിത്യസത്യമായ ക്രിസ്തുവിനെ നമ്മൾ തള്ളി പറയുകയാണ്. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ പക്ഷം ചേരേണ്ടവനാണ്. അവൻ ലോകത്തിൻ്റെ പക്ഷത്തിലേക്കല്ല പോകേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഏതൊരു വ്യക്തിയാണോ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിലകൊണ്ടുകൊണ്ട് സഹനത്തെ മുറുകെ പിടിക്കുന്നതിന്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം പറയാണ്, അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അറിയുന്നതിന് സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് നാം നിൽക്കേണ്ടതെന്ന്. ക്രിസ്തുവിൻ്റെ സഹനത്തോട് ഞാൻ പറഞ്ഞു, കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുരിശിൻ്റെ വഴി നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എവിടെയൊക്കെയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്? തൻ്റെ പീഡാസഹനത്തിൻ്റെ വേളയിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തന്നു. സഹനത്തിലും കുരിശു മരണത്തിലും ഒക്കെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തന്ന് അതാണ് സത്യമെന്നാണ്. ഈ ഒരു സത്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ രക്ഷയുടെ മാർഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. പക്ഷേ താൽക്കാലിക സന്തോഷത്തിന് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിസ്തുവിനെ അറിഞ്ഞും അറിയാതെയും നമ്മൾ തള്ളിപ്പറയുമ്പോൾ ഓർക്കുക, നമ്മൾ സാത്താൻ്റെ പക്ഷത്താണ്. സാത്താൻ വന്നിരിക്കുന്നതോ കൊല്ലാനും നശിപ്പിക്കാനുമാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. വീണ്ടും നമ്മൾ കർത്താവിൻ്റെ തിരുവചനം യോഹന്നാൻ 8:31 ഇങ്ങനെ പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ അടിച്ചമർത്തപ്പെട്ട സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയത് കുരിശുമരണത്തിലൂടെയാണ്. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിലും അനുദിന ജീവിതത്തിൻ്റെ ആ പൈശാചിക പ്രലോഭനങ്ങളെ എതിർത്ത് ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹനത്തിലൂടെ നമ്മളെ വഴിതെറ്റിക്കാൻ സാത്താൻ എടുക്കുന്ന മാർഗങ്ങൾക്കെതിരെ നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഒരു നിലപാടുണ്ട്. ഇത് അസത്യത്തെ ഞാൻ കൂട്ടുചേരില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ ഞാൻ സഞ്ചരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനു വേണ്ടി ഞാൻ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടിച്ച് ഞാൻ ജീവിക്കുമ്പോൾ, യേശുവേ, നീ പറഞ്ഞ വചനം എൻ്റെ മനസ്സിൽ ഉണ്ടാകട്ടെ. ഞാൻ ഈ ലോകത്തിന് അനുരൂപനാകാതെ ദൈവോന്മുഖരായിട്ട് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മരണം വരിച്ചും സത്യത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് യേശു പറഞ്ഞില്ലേ? നിങ്ങൾ
ലോകത്തിൻ്റെ അറ്റം വരെ, ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം, സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, സത്യത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ അമ്മ കടന്നുപോയ സഹനത്തിൻ്റെ വഴികൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടെയൊക്കെയും സത്യത്തിന് മാത്രം ജീവിതം വില കൊടുത്തുകൊണ്ട് അമ്മ എടുത്ത നിലപാടിലേക്ക് ഞങ്ങളെയും നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവേ, പലപ്പോഴും അങ്ങ് അനുഭവിച്ച പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ സത്യത്തിൻ്റെ മാർഗം മാത്രം നീതിയോടുകൂടി തിരഞ്ഞെടുത്തപ്പോൾ അങ്ങ് ഈ ലോകത്തിൻ്റെ രക്ഷകനായി കടന്നു വന്ന യേശു ക്രിസ്തുവിൻ്റെ പിതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഞങ്ങളുടെ ജീവിതത്തെയും വിശുദ്ധിയിലേക്ക് നയിക്കാൻ വചനമായ ദൈവത്തെ, യോഹന്നാൻ പ്രഘോഷിച്ച മാർഗവും സ്നേഹവും വചനവും സത്യമായ ദൈവത്തെ പ്രഘോഷിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി